മുന്നേറി. ഇങ്ങനെയല്ല അല്ലല്ല ഇവൻ റൂമിൽ കൊണ്ടേ കിസ് അടിച്ച് കിട്ടാറില്ല. കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നന്നായി. എത്ര എക്സ് ഉണ്ട്? രണ്ട് ഒരെണ്ണുള്ളൂ. എത്ര നാളായി ബ്രേക്കപ്പ് ആയിട്ട്? ഒരു മാസം. എങ്ങനെ ബ്രേക്കപ്പ് ആയി? അങ്ങനെ ചോദിച്ചപ്പോ എന്താ പറയാ? ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചു? ഇല്ല, എനിക്ക് അതൊന്നും വേണ്ട, പഠിപ്പ് മതി. അല്ല, അല്ലെങ്കിൽ പഠിപ്പ് മതി. പഠിച്ച് ജസ്റ്റ് ജോയിൻ ടുഗദർ. പ്രേമമായിട്ട് ബന്ധപ്പെട്ട സ്നേഹം പ്രേമം. അപ്പോൾ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഫെബ്രുവരി 14. അപ്പോൾ ഈ വർഷത്തെ എന്താണ് വാലന്റൈൻസ് ഡേ പ്ലാൻ നിങ്ങളുടെ? ഫുഡ് കഴിക്കണം, പ്രേമൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഒരു കണ്ടു ഇഷ്ടപ്പെട്ടു, അതൊരു പ്രേമത്തിൽ നടക്കണമാരെയുള്ള പരിപാടിയൊക്കെ ഒന്നുമില്ല. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ? വാലന്റൈൻസ് ഡേ. കപ്പിൾസിന് വേണ്ടി അവരുടെ ലവൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസം. പക്ഷേ എന്തിനാണ് ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ലോകത്തിൽ എത്ര ടൈപ്സ് ഓഫ് ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊപ്പോസൽസ് വാലന്റൈൻസ് ഡേക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? എന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഈ വർഷത്തെ കുറച്ച് പേരുടെ വാലന്റൈൻസ് പ്ലാനും എന്താണെന്ന് അറിയാൻ വേണ്ടി, എന്താണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി ഞാനിപ്പോൾ ഒന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ചേട്ടന് വാലന്റൈൻസ് ഡേ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം? അടിപൊളി ആൻസർ. നല്ല ബെസ്റ്റ് ചോദ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്നും ഒരു ആഘോഷിച്ചിട്ടില്ല, അറിയാൻ പാടില്ല. എത്ര പ്രായം ഉണ്ടെന്ന് ചോദിക്കാം. 30. ഇപ്പോൾ 30 ആണ്. 30 വർഷമായിട്ട് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല? ഇല്ല. അപ്പോൾ ഏത് നൂറ്റാണ്ട് മുതലാണ് വാലന്റൈൻസ് ഡേ ആഘോഷമാക്കിയെന്നറിയോ? നമ്മൾ റീൽസ് കാണുന്നു, ഫൺ ചെയ്യുന്ന പരിപാടി കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ട്രോൾ വായിക്കുന്നല്ലാണ്ട് നമ്മളിങ്ങനെ ആഘോഷമായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ലേ എനിക്കും ഇങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം? ആരും ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ല, ആളൊക്കെ ഉണ്ടായില്ല, താല്പര്യം അങ്ങനെ ഒരു ഈ പൊതുവെ സെലിബ്രേറ്റ് ചെയ്യണതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആൾ ഇങ്ങോട്ട് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ തരാറുണ്ടോ? വാലന്റൈൻസ് സർപ്രൈസ് ആയിട്ട് കിട്ടിയായിട്ട് ഓർമ്മയില്ല. അതായത് ഒരു ദിവസം മാത്രമായിട്ട് നിങ്ങളുടെ ലവ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വേണ്ട എന്നുള്ള കോൺസെപ്റ്റ് ആണോ? മേ ബി അങ്ങനെ ആയിരിക്കാം. പ്രണയത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളല്ലേ? ആ, സർപ്രൈസേ ഇഷ്ടപ്പെടാത്ത ആളാണെന്നൊന്ന് ബർത്ത്ഡേ എങ്കിലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങോട്ട് 2 ബർത്ത്ഡേ എന്തോ ഇങ്ങോട്ട് സർപ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബർത്ത്ഡേ ഒരു തവണ എന്തോ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്കൊരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ളൂ, അല്ലാണ്ട്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേയുടെ പലരും ഒരുപാട് റോസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നു, ചോക്ലേറ്റ്സ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നു. അതിനോടൊക്കെയുള്ള ഒരു അഭിപ്രായം എന്താ? ഇല്ല, അത് അവരവരുടെ ഇഷ്ടവും താല്പര്യമൊക്കെയല്ലേ, നമ്മളതിനകത്ത് ഇടപെടുന്നില്ലല്ലോ. അവരത് ചെയ്യുന്നു, ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളത് കാണുന്നു, ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് വിടും, അല്ലെങ്കിൽ നമുക്ക് തള്ളി സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം, അത്രേ ഉള്ളൂ. ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാത്തുണ്ടോ? വാലന്റൈൻസ് ഡേ പറ്റി അധികം ഒന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ലാത്ത? ഇല്ല, പൊതുവേ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അറിയാൻ വേണ്ട. അറിയാൻ വേണ്ടതല്ല, പൊതുവെ ഇങ്ങനത്തെ ഒരു ഈ റൊമാൻറ്റിക് ഭയങ്കര പരിപാടി നമുക്ക് അറിയാം. ഒന്നാമത് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ പാടില്ല. രണ്ടാമത്തെ കേസ് ഇതിൽ ചെയ്ത ലോക ഫ്ലോപ്പായിരിക്കും നമ്മൾ ചെയ്ത പരിപാടിക്ക് പോയിട്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. എന്തിനാണ് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? അത് ഒരു വാലന്റൈൻ എന്ന് പറഞ്ഞൊരു ഫാദർ ഇല്ലേ, ഫാദറിന്റെ സെയിന്റിന്റെ ബർത്ത്ഡേ. ഇത് എങ്ങനെ അറിയാം? ജനറൽ ഇൻഫർമേഷൻ അറിയാം. ജനറൽ ഇൻഫർമേഷൻ. ഏത് നൂറ്റാണ്ടിലാണ് ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നറിയോ? അറിയത്തില്ല. അറിയില്ല. വർഷങ്ങൾ മുന്നേ ഉള്ള കാര്യമായിരിക്കുമല്ലോ. ലോകത്ത് ആദ്യമായിട്ട് ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആരാണ് കൊടുത്തതെന്നറിയില്ല. ലൈക്ക് ആണാണോ പെണ്ണാണോ? മേ ബി ആയിരിക്കും. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? യൂഷ്വലി ഇപ്പം അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ബോയ്സിനാണല്ലോ കുറച്ചും കൂടി, പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ അവരായിരുന്നു കുറച്ചും കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത കാര്യങ്ങൾ ചെയ്യണത്. ഇപ്പം പിന്നെ ഗേൾസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മേ ബി ഇനി ഗേൾ ആണോ ആൻസർ? ശരിക്കും ഒരു ഗേളാണ്, ഒരു പെണ്ണാണ് കൊടുത്തത്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, ഏത് ഫ്ലവർ ആണ് വാലന്റൈൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? റോസ്. യെല്ലോ കളർ റോസ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫ്രണ്ട്ഷിപ്പിനെ. ഈ വാലന്റൈൻസ് ഡേക്ക് കാർഡ് കൊടുക്കുന്ന ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്ത കൺട്രി ഏതാണെന്നറിയോ?
ടഫ് ക്വസ്റ്റ്യൻ. ജനറൽ നോളജ് വന്നു. കൺട്രി പാരീസ് അല്ല, ജർമ്മൻ. ഇല്ല, അറിയില്ല. ഇംഗ്ലണ്ട് ആണ് ആൻസർ. ഓക്കെ. ഓക്കെ, നിങ്ങളെ പാരീസ് ഒക്കെ അടുത്ത് അല്ല. കൺട്രി. ഓക്കെ, നിങ്ങളുടെ വാലന്റൈൻസ് ഡേ പ്ലാൻ എന്താ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞങ്ങൾക്ക് ഫുൾ ഡേ ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റലിൽ രോഗികൾ വരുമ്പോൾ നോക്കണം, പരിചരിക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ വാലന്റൈൻസ് പ്ലാൻ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി മേ ബി ചിലപ്പോൾ ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുമായിരിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണോ അതോ കപ്പിളായിട്ട് ഇറങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഫ്രണ്ട്സ് ആയിട്ട് ഇറങ്ങാനല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ ആയിപ്പോയില്ലോ. സിംഗിൾ വൈബ്സ് ആണോ? ഏറെക്കുറെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആരെങ്കിലും ഒരു റോസോ ഡിബേറൊക്കെ ആഗ്രഹമുണ്ടോ? കിട്ടിയിട്ടുണ്ടോ ഇതിനു മുൻപ്? ഉണ്ട്. അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഏതായാലും ഹാപ്പി വാലന്റൈൻസ് ഡേ. അടിച്ചു പൊളിക്കുക, സിംഗിൾ വൈബ്സ് അടിച്ചു പൊളിക്കുക. ഹലോ, ഹായ്. ഹലോ, ഇത് ചില്ലിങ് ആണോ? യെസ്. എന്താ പരിപാടി? ഇപ്പൊ ഇവന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അതായിട്ട് പുറത്തിറങ്ങിയതാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. അത് നാളത്തെ അടുത്ത ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടറിയോ? വാലന്റൈൻസ് ഡേ. അറിയാം. എയ്ത്ത്. എല്ലാരും എയ്ത്തിലാണോ? അപ്പൊ നിങ്ങക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ടോ? പെട്ടെന്ന് സൈലന്റ് കിട്ടാറില്ല. കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നന്നായി. ഇല്ല തമാശക്ക് പറഞ്ഞു. വീട്ടിലിറങ്ങാൻ പ്രശ്നമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, തമാശക്ക് പറഞ്ഞതാണ്. തമാശക്ക് പറഞ്ഞു. ഇങ്ങനെയൊക്കെ തമാശ പറയാൻ പാടുണ്ടോ? എനിക്കാര് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുമ്പോ കള്ളം പറയാൻ പാടില്ല കേട്ടോ. എത്ര എക്സ് ഉണ്ട്? 5. 2 ഒരെണ്ണുള്ളൂ. ഒരെണ്ണുള്ളൂ. എന്ത്, എത്ര നാളായി ബ്രേക്കപ്പ് ആയിട്ട്? 1 മാസം. 1 മാസം. എങ്ങനെ ബ്രേക്കപ്പ് ആയേ? ഫ്രണ്ട്സ് തേച്ചോ, ചതിച്ചോ? എങ്ങനെ, എന്ത് ചെയ്തു? അങ്ങനെ ചോദിച്ചപ്പോ എന്താ പറയാ? എന്താ പറ്റി? എത്ര നാളുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം? 1.5 വർഷം. ആരാദ്യം പ്രപ്പോസ് ചെയ്തേ? അവൾക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ പോയി പ്രപ്പോസ് ചെയ്തു. അതിന്റെ ലോജിക് എങ്ങനെ? അത് ഇഷ്ടമാണെന്ന് എങ്ങനെ അറിഞ്ഞു? അവളുടെ ഫ്രണ്ട്സ് അത് പറഞ്ഞു. അപ്പൊ തന്നെ അങ്ങോട്ട് പോയി പ്രപ്പോസ്. അപ്പൊ ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പില്ല. എന്ത് പറ്റി? മൊത്തത്തിൽ അത് വേണ്ടെന്ന് വെച്ചു. കൃഷി എത്തിയപ്പോ എല്ലാം. ഇവരൊക്കെ എങ്ങനെയാ ഇവരുടെയൊക്കെ സ്കൂളിൽ എങ്ങനെ? ഇവര് ഇല്ല, തമാശക്ക് പറഞ്ഞു. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് പറഞ്ഞ പെട്ടെന്ന് നോക്കിയതാണോ? ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് കുറെ പേര് എന്നെ കോംപ്ലിമെന്റ് ചെയ്തത് അവര് തെറ്റിദ്ധാരണയായിട്ട് എടുത്ത് അങ്ങനെയൊക്കെയാണ്. ഇവനുണ്ടായിരുന്നു. പ്രൂഫ് ഉണ്ട്, പ്രൂഫ് കാണിച്ചാലോ? പ്രൂഫ് ഇപ്പൊ കാണിക്കാം. നിന്നെ സംസാരിക്കണ പറഞ്ഞിട്ട് എനിക്ക് സംസാരം ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ചാറ്റ് ഉണ്ട് കേട്ടോ. അതെ, ആരെ പറ്റിയാ? ഇവന്റെ നമ്പർ വേണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതാണ്. ഓ, എന്നിട്ട് നമ്പർ കൊടുത്തു? ഇപ്പൊ ഇതുവരെ കൊടുത്തില്ല, കൊടുക്കാൻ പോവാണ്. അത് സർപ്രൈസ് ഇട്ട് നമ്പർ കൊടുക്കാൻ? അതെ. വാലന്റൈൻസ് ആയിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചു? ഇല്ല, എനിക്ക് അതൊന്നും വേണ്ട. പഠിപ്പ് മതി. അല്ല, അല്ലെങ്കിൽ പഠിപ്പ് മതി. പഠിച്ച് മുന്നേറി. ഇങ്ങനെയല്ല, അല്ലല്ല, ഇവൻ റൂമിൽ കൊണ്ടേ കിസ് അടിച്ച് അതൊക്കെ ഇരിക്കട്ടെ. ഞാനൊരു ബേസിക് ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം? നമ്മുടെ ലവ് വേറൊരുത്തരുടെ അടുത്തൊന്നും കൺവിൻസ് ചെയ്യാൻ, അങ്ങനെ അതായത് നമുക്കൊരു ഇഷ്ടമുള്ള ആളുടെ അടുത്ത്, അതായത് നമ്മുടെ ലവർ ആവണമെന്നൊന്നുമില്ല, നമ്മുടെ അമ്മയോ അച്ഛനോ ടീച്ചറോ നമുക്ക് ആരും. ഇപ്പം ഇവരെ വരെ ഞാൻ പോയി വാലന്റൈൻസ് ഡേക്ക് പ്രപ്പോസ് ചെയ്യാം. പ്രപ്പോസ് എന്നല്ല, എങ്ങനെ ഉണ്ടാന്നൊക്കെ ഒരു സ്റ്റോറി ഇടാറുണ്ട്. പറ വാലന്റൈൻസ് ഡേനെ കുറിച്ച് അഭിപ്രായം. വാലന്റൈൻസ് ഡേ നൈസാണ്. അഭിപ്രായമില്ല, ഞാൻ ചോദിച്ചത് എന്തിനാണ് സെലിബ്രേറ്റ്? ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു അറിയോ എന്നാണ് ചോദിച്ചത്. അതിന്റെ ഹിസ്റ്ററി അറിയില്ല. അറിയാൻ നോക്കിയിട്ടില്ല? ഇല്ല. ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽസ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ ഏതാണെന്നറിയോ? ഇല്ല, അറിയില്ല. IT ആണ്. അല്ല, ടീച്ചേഴ്സിനാണ്. ഞങ്ങളുടെ സ്കൂളിലൊന്നും അങ്ങനെയല്ലല്ലോ. ടീച്ചേഴ്സിനോടൊക്കെ ക്രഷ് വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു ടീച്ചറും കാണാൻ ലുക്കില്ല. ഞങ്ങളുടെ ശ്രദ്ധിക്കണം. അയ്യോ, മേളിലാണ് എല്ലാരും ഞങ്ങളുടെ സ്കൂളില്. ഏതാ? 65-ന്റെ മേളിലാണ് എല്ലാരും. ഏതാ സ്കൂൾ? ഏതാ? ചിന്മയ. നല്ല വിഷമമുണ്ടല്ലോ. ഇനി ചെറുപ്പക്കാരായ ടീച്ചേഴ്സിനെ അങ്ങോട്ട് പോസ്റ്റിങ്ങിലേക്ക് അയക്കാനായിട്ട് ഞാൻ പറയാം. ഓക്കെ, സ്പെഷ്യൽ കൺസിഡറേഷൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്തിനാണ് ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? അത് ഏതോ ഒരു വാലന്റൈൻ അങ്ങനെ പറഞ്ഞൊരാളുടെ എന്തോ. ഈ വാലന്റൈൻസ് ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ കിട്ടുന്ന പ്രൊഫഷൻ ഏതാണെന്ന് അറിയോ?
സ്റ്റുഡൻസ് ആയിരിക്കും. അത് പ്രൊഫഷണൽ റിലേറ്റഡ് ആണ്. ഏതാ ടീച്ചേഴ്സാ? ഓ, ഈ വാലന്റൈൻസ് ഡേക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്തത് ആണാണോ പെണ്ണാണോ എന്ത് തോന്നുന്നു? പെണ്ണായിരിക്കും. അങ്ങനെ തോന്നാനുള്ള കാരണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരില്ലല്ലോ. അതാണായാലും അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല എന്നുണ്ടോ? ഇല്ല, തോന്നുന്നു പെണ്ണാന്ന്. വാലന്റൈൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ഫ്ലവർ ഏതാന്ന് ചോദിച്ചാൽ അറിയാമായിരിക്കുമല്ലോ. റെഡ് റോസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ മാത്രം ഒന്നും മിണ്ടുന്നില്ല. ഈ വാലന്റൈൻസ് ഡേ ഫ്രണ്ട്സ് ഡേ ആണെന്നും അറിയപ്പെടുന്ന ഒരു കൺട്രി ഉണ്ട്, ഏതാണെന്നറിയോ? ജർമ്മനിയാണോ? അല്ല, അറിയത്തില്ല. ഫിൻലാൻഡ്. ഫിൻലാൻഡ്. ഈ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 അല്ലാതെ വേറൊരു ഡേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൺട്രി ഉണ്ട്, അതേതെന്നറിയോ? ഞങ്ങൾ ഭയങ്കര വീക്കാ. അറിയില്ല. ബ്രസീലിലാണ്. ഏതാ ഡേറ്റ്? ഇത് തന്നെയാണോ ഡേറ്റ് വേറെ ഏതാണെന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ എന്താണ് വാലന്റൈൻസ് ഡേ പ്ലാൻ നിങ്ങളുടെ? ഫുഡ് കഴിക്കണം, ഒന്ന് ഉറങ്ങണം. എല്ലാവരും സിംഗിൾ വൈബ്സ് എൻജോയ് ചെയ്യാണോ? അതെ. അതെ. വിഷമമുണ്ടോ അതിൽ? ഇല്ല. ഇല്ല. വാലന്റൈൻസ് ഡേ നാളെ. വാലന്റൈൻസ് ഡേ എന്നാണെന്നോ? വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ അങ്ങനെ പോവാണ്. സോളോ വൈബ്സ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ കപ്പിൾസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? അവർ എൻജോയ് ചെയ്യട്ടെ, നമുക്ക് സമയം എൻജോയ് ചെയ്യാം. സമയമാവട്ടെ. സ്റ്റുഡൻസ് ആണോ വർക്ക് ചെയ്യണോ? കോളേജിൽ SH പഠിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ്. എന്താ ഫെബ്രുവരി 14 പ്രത്യേകത? വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറുണ്ടോ? ഞങ്ങൾ എങ്ങനെ ആഘോഷിക്കണം? ഈ വൈകുന്നേരം സമയത്തിന് കിട്ടും, അങ്ങനെ ആഘോഷിക്കാം. അല്ലാതെ നമ്മുടെ ആ പ്രായം കഴിഞ്ഞു പോയില്ലേ. അതിനങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ? വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനായിട്ട് പ്രായമൊന്നുമില്ലല്ലോ. നമ്മൾ പ്രണയം ആഘോഷിക്കുന്ന ദിവസമല്ലേ? അത് നമ്മൾ വീട്ടിൽ ആഘോഷിക്കുമല്ലോ. നമ്മൾ വീട്ടിൽ പണി ഞങ്ങൾ ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് 5-6 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രേമമാണ്. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെയല്ലേ വൈഫിന്? ഗിഫ്റ്റ് കൊടുക്കും. എന്താ കൊടുക്കാറുള്ളത്? അല്ല, നൈറ്റി ഇങ്ങനത്തെ സാധനങ്ങൾ. അവിടെ എന്താ പ്ലാൻ വാലന്റൈൻസ് ഡേക്ക് വീട്ടിൽ? എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കും. പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങി കൊടുക്കേണ്ട ആവശ്യം വരാറില്ല, കാരണം എല്ലാം മിക്കവാറും സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതിനുവേണ്ടി പ്രത്യേകിച്ച് വാങ്ങിക്കാറില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ വാലന്റൈൻസ് ഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലോ. പൂവൊക്കെ മേടിച്ചു കൊടുക്കുന്നു, ഡയറി മിൽക്ക്, അങ്ങനെയൊക്കെ നിങ്ങൾക്കും ചെയ്യണം എന്നൊക്കെ തോന്നാറില്ലേ? കാരണം ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ? പ്രായമുണ്ട്. സാധാരണ എല്ലാവരും പറയണ ഇതിന് പ്രണയത്തിന് പ്രായമില്ല എന്ന് പറയാറില്ലേ? പക്ഷേ ഇത് ഇപ്പോഴത്തെ തലമുറക്കാണ് ഈ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊക്കെ ഉള്ളത്. ഞങ്ങളൊക്കെ പ്രായമില്ലേ, അപ്പം നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കണേ. ഇപ്പം പിള്ളേരുടെ കാലം, അവർ നടത്തട്ടെ, നമുക്കിങ്ങനെ കാണാം, ഇവിടെ വന്നാൽ കാണാം. നാളെ അല്ല, ഞാൻ ചോദിച്ചത് ഈ പ്രണയത്തിന് പ്രായമില്ല എന്ന് പറയാറില്ലേ, അതിനോട് എന്താ, ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ തോന്നുന്നത്? അതിനോട് എന്ത് തോന്നാനാണ്? ഞങ്ങൾക്ക് എപ്പോഴും പ്രേമമാണ്, മരിക്കണവരെ ഞങ്ങൾക്ക് പ്രേമമായിരിക്കും. അല്ല, ഇനി പ്രത്യേകിച്ച് അങ്ങോട്ട് അഭിനയിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. വാലന്റൈൻസ് ഒക്കെ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെ നമ്മൾ എന്തിനാ കാണിക്കണം? അതാ ഞാൻ പറഞ്ഞത്, കാണിക്കേണ്ടവർ കാണിക്കട്ടെ. ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ ജനറേഷൻ അത് അങ്ങനെ നടക്കും. നമുക്കിനിപ്പോൾ നമ്മൾ ചെന്നാലും അത്രയേ ഉള്ളൂ. വീട്ടുകാരും അതോടുകൂടി പിന്നെ പിള്ളേരായി കുട്ടികളായി അവരായിട്ട് അങ്ങനെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്തൊന്നും വാലന്റൈൻസ് ഇല്ല, ഒരു എന്തുമില്ല. ഇപ്പോൾ വാലന്റൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഒരു തരം ആവാസതരം മാതിരിയുള്ള ഒരു തരം കളികളാണ്. അതാണ് വാലന്റൈൻസ് ഡേ. സാധാരണ പറയണത് എന്തെന്നാണ്, പ്രേമിക്കുന്ന ആൾക്കാർ തമ്മിൽ ഓടുന്ന എന്തൊക്കെ. പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും പ്രേമവും ഇതിൽ അത് കണ്ടാൽ നിങ്ങൾ ചെന്ന് ആ സീനൊന്നും എടുത്താൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തൊക്കെയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ കാണിച്ചാൽ. പക്ഷേ ഈ വാലന്റൈൻസ് ഡേ ശരിക്കും പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങൾ തകർത്ത് കളഞ്ഞാനേ. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ബെല്ലന്മാരായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ഇതേപോലെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാരണന്മാരുണ്ടല്ലോ, ബെയിലിക്ക് പതലെടുത്ത് നല്ല കീറി ഒരക്ഷരം നിങ്ങളോട് മുണ്ടാനും കൂടി പറ്റില്ല. ആ കാലഘട്ടങ്ങളായിരുന്നു. പ്രേമിച്ചായിരുന്നോ കല്യാണം കഴിച്ചത്?
പ്രേമമൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. കണ്ടു ഇഷ്ടപ്പെട്ടു. അതൊരു പ്രേമത്തിൽ പോയ ഇപ്പം നടക്കണമാരെയുള്ള പരിപാടിയൊക്കെ ഒന്നുമില്ല. അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അറേഞ്ച് മാരേജിലായിരുന്നു, അല്ലാതെ പ്രേമിച്ച് കല്യാണമൊന്നും അല്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയില്ല. ഈ യൂറോപ്യൻ സംസ്കാരം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ വാലന്റൈൻസ് ഡേയും മറ്റുള്ള ഡേയും ഒക്കെ വന്നത്. അതിക്ക് മുമ്പൊന്നും ഇവിടെ വാലന്റൈൻസ് ഡേ ഒന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. ഈ യൂറോപ്യൻ സംസ്കാരമാണ് ഇപ്പം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ സംസ്കാരം. കാരണം ആ സംസ്കാരം വന്നതുകൊണ്ട് നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടു. നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടു. നമ്മൾ ഇന്നിപ്പോൾ അവൻ്റെ യൂറോപ്യൻ്റെ ഏറ്റവും മോശമായ കാര്യങ്ങളൊക്കെ നമ്മളത് പിന്നെ നമ്മളത് ചെയ്യണം. നല്ലതൊന്നും ചെയ്യുന്നില്ല. അവന് 24 മണിക്കൂർ പണിയെടുക്കാൻ തയ്യാറായിരിക്കും. നമ്മൾ പണിയെടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കണ്ടീഷൻ. വാലന്റൈൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഇപ്പോഴും ചെയ്യണം എന്നില്ലേ? മറ്റേ പ്രണയത്തിന് പ്രായമില്ല എന്ന് പറഞ്ഞ പോലെ ഈ പ്രായത്തിൽ ഞങ്ങളിഞ്ഞ് പ്രണയിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ അവരെടുക്കും, വലിയ സാധനം എടുക്കും. ഞങ്ങൾക്ക് ഇനി അങ്ങാടി ഇല്ല, അപ്പുറത്തെ ഒരു ചിമ്തേരി ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് പോകാനുള്ള ആൾക്കാരാണ്. അപ്പം അല്ല അത്രതൊക്കെ ഉള്ളു ഞങ്ങൾക്കല്ല. ഇനി ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞില്ലേ. ഞങ്ങളുടെ കാലത്തൊക്കെ ഇതേപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെപ്പോലെയൊക്കെ ഞങ്ങൾക്ക് ഓടി നടക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളോട് ചോദിക്കണ ചോദ്യം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം മാതിരിയാണ് ഇപ്പം നിങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് പറയും? അതിനെന്ത് മറുപടി പറയും? ഇപ്പം ഞങ്ങൾ ജീവിക്കുന്ന രൂപത്തിലുള്ള ജീവിതമാണോ നിങ്ങൾ ജീവിക്കണം? നിങ്ങൾ ഈ രണ്ട് സാധനങ്ങളും ഈ സാധനവും കൊണ്ട് നടക്കണ കാലം അന്നില്ലായിരുന്നു. ഇപ്പം ഇതിനൊരു മാർക്കറ്റ് വന്ന കാരണം കൊണ്ട് ഇത് നിങ്ങളുടെ ഒരു ഉപജീവന മാർഗം എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റും. അതിനുള്ള എന്തുമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് ഒരു വലിയ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. ഇനി വാളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായ ആൾക്കാർക്ക്, അതായത് വാളണ്ടിയർ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇപ്പം നാളെ ഇതൊന്നും വേണ്ട, നാളെ വെളുപ്പിന് ഇവിടെ വന്നാൽ മതി. അപ്പം കാണാം ഇവിടെ വാളണ്ടിയേഴ്സ് ഒരു 4 മണി മുമ്പ്. ഈ മനുഷ്യൻ ദിവസേന ഇവിടെ ഉള്ള ഞങ്ങൾ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ നാളെ 4 മണിക്ക് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അസലായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ രാത്രി കഴിഞ്ഞ് നാളെ നേരം 12 മണി കഴിഞ്ഞ് 12 മണിക്കൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. 4 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി വാലന്റൈൻസ്. ഓക്കെ.